ചക്രശ്വാസം വലിച്ചൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വ്ളോഗായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഞാൻ രശ്മിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് ഒന്ന് വിരുന്ന് പോവുകയാണ്. കുറേ കാലം കൂടിയാണ് നമ്മുടെ ചെറുപ്പശ്ശേരി വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവിടെ ചെന്നിട്ടുള്ള ഒരു വിശേഷം ഞാൻ ഒപ്പിയെടുത്തിട്ടില്ല. എവിടെ പോയാലും ഈ വ്ളോഗും കാര്യങ്ങളും മാത്രം എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മളവിടെ മാത്രം നമ്മുടേതായ ലോകത്ത് നമുക്ക് ഇറക്കാമെന്ന് കരുതി മറ്റെവിടെ പോയാലും അതൊന്നും ഒപ്പിയെടുക്കണ്ടെന്ന് വെറുതെ അങ്ങനെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ലേ. അപ്പം ഞാൻ അങ്ങോട്ടും ഞങ്ങൾ ബസ്സിലാണ് പോയത്, ഇങ്ങോട്ടും ഞങ്ങൾ ബസ്സിലാണ് വന്നത്. തലേദിവസം ഉച്ചയിറങ്ങി പോയി. പിറ്റേ ദിവസം ഏകദേശം ഒരു 11:45 മണിയൊക്കെ ആയോടുകൂടി നമ്മുടെ വീട്ടിലും എത്തിയിട്ടുണ്ട്. പിന്നെ വന്നേം പാട് ആദ്യം എല്ലായിടവും അടിച്ചോരി ഒന്ന് തുടച്ചെന്നു. അച്ചൂസ് അടുക്കി പെറുക്കാനും കൂടി ഞാൻ വേഗം കുക്കിങ്ങിലേക്കും പോയി. നമുക്ക് ചോറ് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സമാധാനത്തിലാണ് നമ്മൾ ഉച്ചയാകുമ്പോൾ പുറത്തുനിന്നൊന്നും മേടിക്കാണ്ട് വന്നത്. എന്താ വെച്ചാൽ നല്ല ജയ അരി, വേവുള്ള അരിയുടെ ചോറ് ഒരു പറ അങ്ങനെ ഇരിക്കണ്ടായിരുന്നു. തലേദിവസം വിരുന്ന് പോണ കാര്യം ഓർക്കാണ്ട് 3:30 നാഴിയിട്ട് ചോറ് വെച്ചിട്ടുണ്ട്. പക്ഷേ കെട്ടിയവനത് ഫ്രിഡ്ജിൽ വെക്കാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വീതനപ്പുറത്ത് തന്നെ വെക്കുന്നുണ്ട്. ചൂടല്ലേ, അതങ്ങനെ ഇരുന്ന് കേട് വന്നിരിക്കണു. പിന്നെ ഒന്നും നോക്കില്ല, വേഗം ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് കൂട്ടാൻ വെക്കുന്നത് നമ്മുടെ അച്ചൂസ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ട് മുളച്ച ചീരയില്ലേ, അതാണ്. ഒരൊറ്റ ചീര തയ്യേ പിടിച്ചുള്ളൂ. അപ്പോൾ അത് നല്ലൊരു കൂട്ടാൻ ഇല്ലാതാണ്. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് ചീരയും കൂടെ എടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിന്ന് പരിപ്പൊക്കെ ഇട്ട് ചീരക്കൂട്ടാൻ വെക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു, ഉണ്ണി ഇത് നമുക്ക് വെറുതെ താളിച്ചാലോ, ഒറ്റ നേരത്തേക്ക് വൈകുന്നേരത്തേക്ക് മോരൊഴിച്ച കറി ആക്കാമൊക്കെ പറഞ്ഞു. അപ്പോൾ മോന് അത് വേണ്ട അമ്മ തേങ്ങ അരച്ച് വെക്കുന്നത്. അവൻ എപ്പോഴും അങ്ങനെ അരച്ച് വെക്കുന്ന കറികളോടാണ് കുറച്ചധികം ഇഷ്ടം കേട്ടോ. അപ്പം പരിപ്പ് ഞാൻ പൊടികളൊക്കെ ഇട്ടിട്ട് ഇതാ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീരയൊക്കെ അരിഞ്ഞതിന് ശേഷം ഇനി ഉപ്പേരിക്ക് ഇപ്പം എന്താണെന്ന് ഓർത്തപ്പോഴാണ് ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോഴക്കൊക്കെ അറുത്തിട്ട് കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാണ്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ എടുക്കാൻ മറന്നു. നമ്മുടെ ബുദ്ധി അങ്ങനെയാണല്ലോ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അതവിടെ ഓക്കെടുത്ത് വെച്ചിട്ട് കാര്യമില്ല എന്നോർത്ത് അതെല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഉപ്പേരിയൊക്കെ ആക്കുന്നത്. ഞങ്ങളുടെ അമ്മയുടെ നിന്ന് കിട്ടിയൊരു ശീലമാണ് കേട്ടോ. വീട്ടിലാര് വന്നു കഴിഞ്ഞാലും അവിടെയുള്ള കൂട്ടാനുകളും ഉപ്പേരികളും ഒക്കെ ഒരു തിരിച്ചു പോകുമ്പോൾ കൊടുത്തു വിടുക. അങ്ങനെയാകുമ്പോൾ വീട്ടിൽ വന്ന് തിരിച്ചു പോകുന്നവർക്ക് ചെന്നൈ പാടങ്ങൾ കുടുങ്ങണ്ടല്ലോ. ഞങ്ങൾ വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അമ്മ അവിടെയുള്ള എല്ലാ ഡപ്പയിലും പാത്രങ്ങളിലൊക്കെ ആക്കി തരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ്. ഒന്നങ്ങോട്ട് അടിച്ചൊരു വീടൊക്കെ വൃത്തിയാക്കി അവിടെ ഇങ്ങോട്ട് കടന്നാൽ മതി. തിന്നാനും കുടിക്കാനുള്ള ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ ഒരു പഠിപ്പ് ഞങ്ങൾക്കും ഉണ്ട്. ഈ പറഞ്ഞും കൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു വിടും കേട്ടോ. ഓളിൻ്റെ അടുത്ത് പറഞ്ഞാണ് അവിടെ മോരൊഴിച്ച കറിയൊക്കെ ഉണ്ട് ചേച്ചി, അത് ചേച്ചിയെന്ന് വിളിക്കില്ല, കുഞ്ഞേച്ചിയെന്നേ വിളിക്കല്ലേ, അത് കൊണ്ടുപോയിക്കോയി എന്നൊക്കെ പറഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാടി, ഫ്രിഡ്ജിൽ ഉണക്കമീൻ പുളി ഉണ്ട് കുറച്ചിരിക്കണു, അതുപോലെ ചോറൊക്കെ ഉണ്ട്, ഒന്നും വേണ്ട പറഞ്ഞപ്പോൾ എന്നാൽ ഉണ്ണിയൊക്കെ ഇറച്ചി നല്ല ഇഷ്ടമല്ലേ എന്നോർത്ത് അങ്ങനെ ഇറച്ചിക്കറിയും ചിക്കൻ പഞ്ചച്ചതും മാത്രം ആക്കി തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീൻ പുളി എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് അത് കൂട്ടാൻ തന്നെ കരുതിയത്. പക്ഷേ ഉണ്ടല്ലോ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. ഉണക്കമീൻ പുളി ഉണ്ടായിരുന്നില്ല, അതിങ്ങനെ വേറൊരു എടുത്തിട്ടുണ്ടായിരുന്നു. അതുണ്ട് എന്നുള്ളൊരു ഓർമ്മയായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമ്മളവിടുന്ന് നല്ലോണം കുമ്പ നിറച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. അത്ര അധികം വിശപ്പൊന്നും ഉണ്ടാവില്ല ഉണ്ണിയോക്ക്. എന്നാലും ഉച്ചയാകുമ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ചടപടേനെ ആക്കണമല്ലോ. ഏട്ടാ ഊണ് കഴിക്കാൻ വരുന്നുണ്ടെന്ന് പറയുകയും ചെയ്തായിരുന്നു. എൻ്റെ അടുത്ത് രാവിലെ ചോദിച്ചു, ഈ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തൂല്ലേ, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വന്നിട്ടെല്ലാം ആക്കി തരാറുണ്ട്. നമ്മുടെ മനസ്സിൽ വെള്ളച്ചോറുണ്ട് എന്നാണല്ലോ. പിന്നെ വന്ന് കയറിയപ്പോഴല്ലേ ബാക്കിയുള്ള അംഗങ്ങളൊക്കെ മനസ്സിലായേ. അതുകൊണ്ട് ഊണ് കഴിക്കാൻ ഇത്തിരി വഴുകുന്ന് നല്ല ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പെട്ടെന്ന് വിശപ്പൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ഐറ്റം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ. ഓളോടേക്ക് വിരുന്ന് പോകുകൊണ്ടാണ് ഈ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാനും പറ്റിയത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആള് നല്ല ബീഫ് വരട്ടിയതും പൊറാട്ടയും ചോറും കറി ഉപ്പേരിയും ചിക്കൻ വറുത്തത്, ചിക്കൻ കറി, ഇനിയിപ്പോൾ ഇല്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. ബീഫ് വരട്ടിയത് പറയണ്ട, അത്രയും ടേസ്റ്റായിരുന്നു. ഇവിടെ ഒന്നും ബീഫ് കയറ്റൂല കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റൂല. ഇനി കഴിക്കാൻ പൂതിയാകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ റോട്ടിൽ ഇരുന്നിട്ടൊക്കെ കഴിക്കുക. ഈ നേർച്ചയ്ക്കൊക്കെ തേങ്ങാച്ചോറും ബീഫ് വരട്ടിയും കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ അത് എന്തൊരു ഇഷ്ടം അറിയോ, ആ ബീഫ് വരട്ടീൻ്റെ ടേസ്റ്റ് നമ്മൾ എവിടെ നിന്ന് ബീഫ് വരട്ടിയത് കഴിച്ചാലും കിട്ടില്ല, നേർച്ചയുടെ ആ ഒരു ബീഫിന് കേട്ടോ. അപ്പം ഞങ്ങളത് മേടിക്കലുണ്ട് കേട്ടോ. എന്നിട്ട് റോട്ടിൽ നിന്ന് അങ്ങോട്ട് തിന്നും, റോട്ടിൽ നിന്നിട്ടൊക്കെ. ആദ്യക്കല്ലേ കയറ്റാൻ പറ്റത്തുള്ളൂ, പുറത്തുനിന്ന് തിന്നാലോ. എന്നാലും ബീഫ് കഴിക്കൽ ഒഴിവാക്കില്ല, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവൾ ചെല്ലിനേൻ്റെ മുന്നേ അവൾ വിളിച്ചു കേട്ടോ.
ചിറ്റ എന്തൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേന്നൊക്കെ ചോദിച്ചു ഉണ്ണികളുടെ അടുത്ത്. അപ്പോൾ ചിറ്റയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അവിൽ മിൽക്ക്. അവിടെ നല്ലൊരു കുക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ അതെല്ലാം കഴിച്ചു. അപ്പോൾ നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും ഒരു വട്ടം ഇങ്ങനെ ഉണ്ടാക്കണം, നമുക്ക് ഷോർട്സിലും അതുപോലെ വ്ളോഗിലൊക്കെ അത് ഉൾക്കൊള്ളിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ എന്നാൽ ഇത് കൊണ്ടേക്കും കുഞ്ഞേച്ചി എന്ന് അവിൽ മിൽക്ക് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവളെനിക്ക് അവിടുന്ന് തന്നെയാണ്. ഞാൻ വരുമ്പോൾ മേടിക്കാമെന്നാണ് ഓർത്തത്. അപ്പോൾ അതും കിട്ടി. അപ്പോൾ പിന്നെ നമ്മൾ അത് ഉണ്ടാക്കാതിരുന്ന മോശമല്ലേ അല്ലേ. അപ്പോൾ നമ്മളിന്ന് അതും ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന ചിക്കനാണേ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ കട്ടയായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ പിച്ചി പറിച്ച് ചട്ടിയിലാക്കി അതെല്ലാം വറുത്തെടുത്തു. പക്ഷേ ഊണ് കഴിക്കണതിൻ്റെ മുന്നേ തന്നെ അവിൽ മിൽക്ക് ഉണ്ടാക്കി അതങ്ങോട്ട് കുടിക്കാച്ചു. എന്താ വെച്ചാൽ ചോറ് ഒന്നും ആയിട്ടില്ല വേവ്. റേഷനരി ഉണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഒറ്റ തലയിൽ അതായി കിട്ടുമല്ലോ. അല്ല ഞങ്ങൾക്ക് വിശന്നിട്ടല്ല, ഏട്ടന് നല്ല വിശക്കലുണ്ട് തോന്നുന്നു. രാവിലെ എന്തോ ലേറ്റായിട്ടേ കഴിച്ചിട്ടുള്ളൂ. അപ്പുറത്തെ എഴുത്തിയമ്മ ഉണ്ട്, എഴുത്തിയമ്മ ഊണ് കൊടുക്കുകയും ചെയ്യും, കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഞാൻ എത്തിയല്ലേ, അപ്പോൾ ഇനി ഈ ആക്കിയിട്ട് മതി, അവിൽ മിൽക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അപ്പോൾ ചോറ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഞാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പുറമൊക്കെ നമ്മുടെ സ്വന്തങ്ങളും ബന്ധങ്ങളും ഉണ്ടെങ്കിൽ ഉള്ള ലാഭഗുണങ്ങൾ അതൊക്കെ തന്നെയാണ് അല്ലേ. അവിൽ മിൽക്ക് ഉണ്ടാക്കുന്ന തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ പാലുള്ളത് തിളപ്പിച്ച് ആറ്റി ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് തണുത്തോട്ടേ വെച്ചിട്ടേ. പാൽ തിളപ്പിക്കണം ഇപ്പോൾ ഒരു നിർബന്ധമില്ല. അവളെനിക്ക് പച്ച പാലാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കി തന്നത്. അങ്ങനെയാക്കാം. നമ്മളിപ്പോൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പാലൊക്കെ ഇപ്പോൾ തിളപ്പിച്ച് ആറിയതാവും ഒക്കെ തോന്നണില്ലേ. ഒരിക്കലും തൃപ്തിക്ക് വേണ്ടി ഞാനെപ്പോഴും അങ്ങനെ ചെയ്യല് കേട്ടോ. ഞാനിതുപോലെ എന്താ പറയുക, അവിൽ മിൽക്കിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ച് അങ്ങനെ അവിൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇതുവരത്തേക്ക്. ഞാൻ എന്തായിട്ട് വെച്ചാൽ പാലൊക്കെ തിളപ്പിച്ച് ആറ്റിയിൽ അവിലും പഴമൊക്കെ ഇങ്ങോട്ട് നുറുക്കിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയൊക്കെ തട്ടുതടുപ്പൻ അവിൽ മിൽക്കാണ് ഉണ്ടാക്കൽ കേട്ടോ. ഇതുപോലൊരു അവിൽ മിൽക്ക് ആദ്യമായിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ അവിലിവിടെ അധികം ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ എല്ലാവർക്കും യൂറിൻ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ ഈ അവിൽ വെള്ളം വേനൽക്കാലത്ത് കുടിക്കുമ്പോൾ വയറിന് ഇത്തിരി തണുപ്പും നല്ലതും ഒക്കെയാണല്ലോ. മൂത്രത്തിൽ ചൂടും മൂത്രത്തിൽ പഴുപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരെ അങ്ങനെ അവിൽ വെള്ളം ഉണ്ടാക്കി കുടിച്ചാൽ മതി. ഇപ്പോൾ വയറിനൊരു ആശ്വാസമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അവിലെപ്പോഴും ഉണ്ടാവും, വേണേൽ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ അവിൽ മിൽക്ക് കുട്ടികൾ വിചാരിക്കുന്ന മാതിരി അങ്ങോട്ട് ആവാറില്ല എന്ന് മാത്രം. എന്തായാലും നമ്മൾ ഇന്ന് നല്ല സൂപ്പറായിട്ടുള്ള അവിൽ മിൽക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുന്നേ നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കോരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടാനും ഉപ്പേരിയും ഒക്കെ ആയില്ലോ. ഇനിയിപ്പോൾ ചോറട് വറുത്ത് കഴിഞ്ഞാൽ ചോറ് വിളമ്പേണ്ട താമസം കഴിക്കുക. അപ്പോൾ അവിൽ മിൽക്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തൃപ്തിപ്പാടൊന്നുമില്ല. മെല്ലെ കണ്ട് ചോറ് വറുത്ത് കഴിച്ചാൽ മതി. അവിൽ മിൽക്ക് നല്ല കനത്തിൽ അവിടെ കടന്നോളും, എത്ര നേരം വേണേലും കേട്ടോ. ചിക്കൻ വറുത്തതെല്ലാം റെഡി ആയിട്ടോ. ഉപ്പേരിയും കൂട്ടാനും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ചോറ് വാർത്തത് ആറിക്കഴിയേണ്ട താമസം എല്ലോ നമുക്ക് ചോറ് കഴിക്കുക. പക്ഷെ ഇപ്പോൾ അവിൽ മിൽക്ക് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ കൂട്ട് ധൃതി ഇല്ലല്ലോ. അത് കഴിച്ചാൽ പെട്ടെന്നൊന്നും വെച്ചിക്കൂല, ഒരുപാട് സമയം അതങ്ങനെ കനത്ത് കിടന്നോളും. അപ്പോൾ ഞാൻ നമ്മുടെ പാലൊക്കെ തണുത്ത് നോക്കണം. അതുപോലെ ഉണ്ടല്ലോ അവിൽ മിൽക്കിലേക്കുള്ള ചെറുപഴം ഞാനിങ്ങനെ ഫ്രീസറിൽ വെച്ചു. അപ്പോൾ അത് ഒന്നുകൂടെ അങ്ങ് പെട്ടെന്ന് തണുത്തോളും അവിൽ മിൽക്ക്. ഇത്തിരി കൂടെ നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം നിങ്ങൾ അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ചെറുപഴമൊക്കെ കൂട്ടുകയാണെങ്കിൽ പഴം കൂടി ഒന്ന് ഫ്രീസറിൽ അങ്ങോട്ട് വെച്ച് തണുപ്പിച്ചെടുത്തായിട്ടോ. ഇനി നമുക്കത് വേണേൽ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നുറുക്കിയിട്ട് ഇത് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചാൽ മതി. ഇത് ഉടയ്ക്കാനായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു എന്താ പറയുക, നമ്മുടെ കല്ലില്ലേ, ഉള്ളിമുളക് കുത്തുന്ന കല്ലില്ലേ, അതും വെച്ചാണ് പഴമൊക്കെ ഉടച്ച് ചതച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ ഇങ്ങനെ കുത്തി ചതച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് ജ്യൂസ് അടിച്ച മാതിരി ആയിക്കോളും. മിക്സിയുടെ ജാറിൽ അടിച്ചു കഴിഞ്ഞാലേ നല്ല ജ്യൂസി ആവും അത്. അത്രയും അങ്ങനെ ആവണ്ടല്ലോ, ഇത്രയൊക്കെ ഒന്ന് കടിക്കാം. നിലക്കടലയും പൊട്ടുകടലയൊക്കെ ഞാൻ വരുമ്പോൾ മേടിച്ചാണേ. അപ്പോൾ ഇതെല്ലാം അനിയത്തി തന്നെയാണ് കേട്ടോ, ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി അത് വേണ്ടാച്ചു, അത് ഇട്ടെങ്കിൽ തന്നെ അത് നമ്മൾ പെറുക്കി കളയണം. പഞ്ചസാര ഞാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് അതിലോട്ട് അലിയാൻ ഇത്തിരി താമസമല്ലേ, നമുക്ക് ധൃതിപ്പാടല്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ പഴമൊക്കെ ഇത് അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പഴത്തിലേക്ക് തന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, ഈ പറഞ്ഞതും കൂട്ട് പൊടിച്ചതാവുക കാരണം കൊണ്ട് മധുരം കൂടുമെന്ന് ഓർത്തിട്ടെ. അപ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അത് നല്ലോണം ഒന്നങ്ങ് മിക്സാക്കി പിന്നെ നമ്മൾ ഇതിൽ അവിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലൊഴിച്ചതിന് ശേഷം അത് വേണേൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അധികം ഫ്രൈ ചെയ്ത അവിലില്ലേ, അതും വെച്ചിട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടിയും പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ഇത് നല്ലോണം വയറ് ഫില്ലാവുകയും ചെയ്യും, പിന്നെ നല്ലതാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിതിൽ അവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലിതാ മൊത്തം പാർന്ന് കൊടുക്കുന്നുണ്ട്. 4 ഗ്ലാസ്സിലും അധികം ഉണ്ടായിരുന്നു, വലിയ ഗ്ലാസ്സിലേക്ക് പാകമാക്കിയിട്ടാണ് പാലെടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ ഒത്തിരി ആയിക്കോട്ടെ, ഉണ്ണിയോട് കഴിക്കും, അവർക്ക് നല്ല ഇഷ്ടമാണ്. കാരണം നമ്മളിതിൽ ഐസ്ക്രീം ഇടുന്നുണ്ട്, അവരൊറ്റ കാരണം കൊണ്ട് കേട്ടോ. മധുരം പോരാ തോന്നിയപ്പോൾ
പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി പഞ്ചസാരയില്ലേ അതിലേക്ക് തട്ടിക്കൊടുത്ത് നല്ല രീതിയിൽ അതൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും ഈ എസൻസുകളൊക്കെ വേണമെങ്കിൽ കൂട്ടാട്ടോ, അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളൊന്നും കൂട്ടണില്ല, ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതും കുറച്ച് സാധനങ്ങളെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ. അല്ല, വീട്ടിലുള്ള വെച്ചാൽ ചെറുപഴം, പാല്, അവിൽ, ഇതൊക്കെ നമ്മൾ സാധാരണ അവിലും വെള്ളം ഉണ്ടാക്കുമ്പോൾ കൂട്ടുന്നതാണ്, അങ്ങനെ പറഞ്ഞേട്ടാ. അപ്പോൾ അതാ ഒരു 2 പിടി അവിലിങ്ങ് അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിലും വെള്ളത്തിൽ. അപ്പോൾ ശരിക്കും ഇത് വേണം ഇങ്ങനെ തന്നെ കുടിക്കാം അല്ലേ, പാലും അവിലും പഴവും പഞ്ചസാരയും. ഞാൻ ഉണ്ടാക്കുന്ന അവിൽ മിൽക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിലിതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെ ഇങ്ങോട്ട് വെറുതെ കുടിക്കുക. പക്ഷേ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഒത്തിരി നിലക്കടലയും കുറച്ചധികം പൊട്ടുകടലയൊക്കെ ഇട്ടു. ഇവിടെ ഒത്തിരി പണി പാളി, ഇത്രയും പൊട്ടുകടല വേണ്ടിയിരുന്നില്ല. എന്ന് വെച്ചാൽ അവിൽ മിൽക്ക് കുടിക്കുമ്പോൾ ഏറെ കടിക്കാനാണ്, ഇതിങ്ങനെ ചമച്ച് ക്ഷീണിച്ചു എന്ന് പറഞ്ഞിരുന്നു ഏട്ടൻ. അതുകൊണ്ട് പൊട്ടുകടലയുടെയൊക്കെ അളവ് കുറച്ചോളും. നിലക്കടല പിന്നെ കുഴപ്പമില്ല, അത് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇത്ര അധികം ഇട്ടാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ബദാമോ അങ്ങനെയുള്ള മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്നും നമ്മളടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഇതാ ഇത്ര പോകുന്നൊരു ബോളിലാണ് മേടിച്ചിട്ടുള്ളത്. നല്ല അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല വലിയ ഗ്ലാസ്സൊക്കെ എടുത്ത് അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള അവിലില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് തോനെ. അതാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ അവിൽ മിൽക്കിൽ അധികം ഉണ്ടാവുക കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലത്തെ അവിൽ മിൽക്കല്ലേ, അതുകൊണ്ടാണ് ഈ രീതിക്കൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് തോന്നിയ മാതിരി ഡെക്കറേറ്റ് ചെയ്യുക, തോന്നിയ മാതിരി സംഭവങ്ങൾ കൂട്ടുക. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റും ഉണ്ട്, വീട്ടിൽ തട്ടിക്കൂട്ടുന്ന എല്ലാ ഐറ്റവും ഉണ്ട്, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ ലെയറാക്കി അതിന് ശേഷം നമ്മൾ ആ പഴവും അതുപോലെ കടലയും അവിലും എല്ലാം കൂടി ഇങ്ങനെ ഇളക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടില്ലേ അത് ഈ ഗ്ലാസ്സിലോട്ടങ്ങ് നിറച്ചും പാർന്നു കൊടുത്തു. എന്നിട്ട് താഴെ ഇട്ട ആ ലെയറില്ലേ അതേ കൂട്ട് അതേ കണക്ക് ലെയറുകൾ നമ്മൾ മേലെ ഇട്ട് കൊടുത്തു. ഇതാണ് കണ്ടോ, നല്ല റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. അച്ചുട്ടൻ പറയുന്നുണ്ട് ഞമ്മ ഇവിടെ അവിൽ വെള്ളം ഉണ്ടാക്കരുത്, എപ്പോഴും ഇഞ്ഞിതുപോലെ അവിൽ മിൽക്ക് ഉണ്ടാക്കിയാൽ മതി. സംഭവം കുഴപ്പമൊന്നുമില്ല അല്ലേ, പെട്ടെന്ന് തട്ടിക്കൂട്ടുകയാണെങ്കിലും അടിപൊളിയായി, കാണാനുള്ള ലുക്ക് പോലെ തന്നെ കഴിക്കാനും നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. പൊട്ടുകടലയും കടലയൊക്കെ ആവേശത്തിന് കുറച്ച് അധികം ഇട്ട കാരണം കൊണ്ട് മാത്രം പല്ലിന് ചമയ്ക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ, അവിൽ മിൽക്ക് കുടിക്കാൻ സമയം കിട്ടിയില്ല. ആ ഒരു പ്രശ്നം മാത്രമേ പാളിയുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതും കണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴും ആവേശമൊന്നും കൂടണ്ട, എല്ലാം കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ അവിൽ മിൽക്കിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ആയി, ഉണ്ണോളും ഏട്ടനെല്ലാം കഴിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഏട്ടൻ മാത്രം ഉള്ള കാര്യം പറഞ്ഞു, പൊട്ടുകടല ചമയ്ക്കാനും കഴിക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ അവിൽ മിൽക്ക് കുടിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. ഏട്ടനവിടെ കൊലയത്ത് കിടന്ന് TV കാണുകയാണേ. അങ്ങനെ അവിൽ മിൽക്കെല്ലാം കുടിച്ച് ഏകദേശം ഒരു 2-2:30 സമയമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഊണ് കഴിച്ചത്. ഇതുപോലെ നല്ല കോക്ക ഉപ്പേരിയും ചിക്കൻ വറുത്തതും അതുപോലെ നല്ല പരിപ്പൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ചീരക്കറിയെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. പിന്നേക്കൊരു കുണ്ടം പണി ഉണ്ടായിരുന്നു, കഴുകാനും മോറാനും അടിക്കാനും തുടയ്ക്കാനൊക്കെ. അതെല്ലാം ആക്കി അത്രയൊക്കെ ഉള്ളൊരു കുട്ടി വീഡിയോ ആയിരുന്നേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഫാമിലീനെ.